ഗായ്സ്, ഇറ്റ്സ് മീ അശ്മി ഗെയിമർ. അപ്പോൾ നമ്മൾ വന്നിരിക്കുകയാണ് വീണ്ടും പാർട്ട് 5 ആയിട്ട്. അപ്പോൾ ഇന്ന് മോശമല്ല, നമ്മുടെ ജാക്കിൻ്റെ സിറ്റിയിലോട്ട് നമ്മൾ പോവുകയാണ്. പോകുന്ന പറയുമ്പോൾ എൻ്റെ ഫ്രണ്ടാണ്. എനിക്കൊരു അനിയുണ്ട്, ഫെലിക്സ് അറിയാം കേട്ടോ. നമുക്ക് കേൾക്കാം, അവനൊക്കെ കാണും. ഷിൻജാനിയും ഡോറേമോനെയൊക്കെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു വെച്ചിരുന്നു. ഇനി ഞോലൊക്കെ കാണാൻ പറ്റുന്നില്ല, സന്തോഷത്തിലാണ്. പക്ഷേ മസ്താങ്ക് ആരോ കട്ടുകൊണ്ടുപോയി സാർ. അപ്പോൾ അല്ലെങ്കിൽ മാക്സിമം ഫുൾ കാണാൻ നോക്കുക. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫണ്ണി ഗെയിമർ ഹംദാൻ എന്ന് പറയുന്ന ചാനൽ ആരോ ഹാക്ക് ചെയ്തു. അതുകൊണ്ട് നിങ്ങളെ പറ്റുന്ന അത്രയും സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. എനിക്ക് കുറച്ചൊക്കെ മതി, കുറച്ചൊക്കെ വേണ്ടല്ലോ മതി. എന്നിട്ട് എന്തായിട്ടുണ്ടായിരുന്നു, നമ്മളിന്ന് പോകുക കൊടുക്കുക. അപ്പോൾ നമുക്ക് ജാക്കിനെ വിളിച്ച് പറയണ്ടേ, നമ്മളെ കൂളി കഴിഞ്ഞു കേട്ടോ. ഫെലിക്സ് ആരെന്നൊക്കെ ഒന്ന് അറിയുന്നുണ്ട്. ഫെലിക്സിനൊക്കെ കണ്ടിട്ട് കുറേ നാൾ. ഇവിടെ നമ്മളെന്നിട്ട് ഓല് റെയിൽവേ സ്റ്റേഷനിലുണ്ടാവും. ആ സ്റ്റേഷനിൽ നമുക്കൊന്ന് വേഗം നോക്കാം. നമുക്ക് അവനെ വിളിച്ചൊന്ന് പറയാം. അപ്പോൾ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് നിർത്തിയിട്ടാണ് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ അവൻ ഓക്കെയെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡ്രസ്സ് മാറാമല്ലോ. ഇനി ഷെൽഫ് എവിടെയാണ്? ഇതിലുണ്ടാവും ഡ്രസ്സ്. നിർത്തിടാം. അപ്പോൾ നമുക്ക് ട്രെയിനിൽ പോവാട്ടോ അവൻ്റെ വീട്ടിലേക്ക്. ഈ ബാഗ് എടുക്കാൻ മതി, അതിന് പോയി എടുക്കണ്ടേ. അപ്പോൾ നമ്മൾ ജാക്കിന് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പോണത്. അതൊക്കെ തന്നെ എനിക്കിഷ്ടം. അപ്പോൾ നമ്മൾ ജാക്കിൻ്റെ അടുത്തേക്ക് പോകുന്നത് വളരെ ഇഷ്ടം. വണ്ടിയൊക്കെ അവൻ്റെ വീട്ടിലെത്തിയിരിക്കണമെന്ന് പറഞ്ഞു. അമ്മച്ചി അയ്യോ, ഒരു ബൈക്കും വെച്ചിട്ടുണ്ടായി വണ്ടിയൊക്കെ സാരില്ല. ഈ വണ്ടി നമ്മൾ നോക്കില്ല. മുതൽ ഫുള്ള് നമ്മൾ ആ സിറ്റിയിലേക്ക് തിരിച്ചു വരവ് ഉണ്ടെങ്കിൽ ഞാൻ പറയും. പോകുമ്പോൾ കാപ്പൊക്കെ തീർക്കാം. ചാകല് രാവിലെ മരം പൊട്ടിക്കിടക്ക് നമുക്ക് ഇന്ന് വരുന്ന ട്രെയിനിൽ പോകണം. ചേച്ചി ട്രെയിനിൽ എപ്പോഴാണ് വരിക? അപ്പോൾ വരും മോനെ. ചേച്ചി ഇപ്പോൾ വരുന്നു പറഞ്ഞേക്കും. അയ്യോ, ഈ ട്രെയിനാണോ? ഈ കൺസ്ട്രക്ഷൻ ചേച്ചി എന്താണ് മോനെ? ഈ കൺസ്ട്രക്ഷൻ ട്രെയിനിലൊക്കെ പോകാൻ പറ്റും? അതെ മോനെ, നീ സിറ്റിക്ക് പോന്നെ? ഞാൻ ഇറ്റിയപ്പോൾ ഈ സിറ്റിക്ക്. ഓക്കെ, തിരിച്ചറിവുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ വിളിച്ച് പറയാം. ഞാൻ പോയി നാടിൻ്റെ രക്ഷയും പിന്നെ ആരുണ്ടാവും. ഇനി ഞങ്ങൾക്ക് സങ്കടം ഉണ്ടെങ്കിൽ അതേട്ടാ ചേച്ചി ഞാൻ പോയിട്ടോ.
വിളിച്ചു പറയാം. കേട്ടോ, ബൈ ബൈ, സീ പോവാട്ടോ. ഇനി ബാക്കി ആ സിറ്റിയിലെത്തി കാണാം. അപ്പം ഗൈസ്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ലേ ഫ്രാങ്ക്ലിൻ സിറ്റിക്ക് വരുന്നത്? ഷിൻചാൻ്റെ ഡോറേമോൻ്റെയും ഫ്രാങ്ക്ലിനെ വരുന്നുണ്ടത്രേ. പിന്നെ ഫ്രാങ്ക്ലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവില്ലോ വിചാരിക്കും. എനിക്ക് ഞാൻ ഇവിടെ വന്ന് കാണിച്ചു കൊടുക്കുന്നത്. എടാ ഷിൻചാനെ, എന്താ ചേക്കണ്ണ? എൻ്റെ ഫ്രാങ്ക്ലിൻ അണ്ണൻ വരുന്നുണ്ട്. നിന്നെ എന്താണ് ഗൈസ്? ഫോലിക്സ് എന്നാണ് വിളിച്ചത്. ഡോറാൻ്റെ നിന്നെ ഫ്രാങ്ക്ലിൻ അണ്ണനല്ല എന്തൊക്കെയാണ് ഫ്രാങ്ക്ലിനാണ് വരുന്നത്. അത് മുത്ത് എല്ലാവരും വന്നാണ്. ഇപ്പോൾ വന്നിട്ടുണ്ടാവും. വന്ന് ട്രെയിൻ പോയോ? ട്രെയിൻ പോയിട്ടുണ്ടാവും. അവിടെ മോണാണ് വേം വാ. ഫ്രാങ്ക്ലിൻ ഇപ്പോൾ അവിടെ നിൽക്കുന്നുണ്ടാവും. ഫ്രാങ്ക്ലിൻക്ക് ഇഷ്ടമല്ല വണ്ടി ഞാൻ എടുത്ത് പോവാം. ഇത് ഷിൻചാനിക്ക് എനിക്ക് എന്നെക്കാട്ടും കൂടുതൽ ഇഷ്ടം ഫ്രാങ്ക്ലിനാണ്. എൻ്റെ വണ്ടി ഇന്ന് എത്തിയില്ല. നല്ല സങ്കടം. വണ്ടി BMW പച്ച കളറൊക്കെ നമുക്ക് വണ്ടി എത്തി നല്ല കൺഫ്യൂഷൻ. നാളെ വിളിച്ചിട്ടാ അല്ല നാളെ തന്നെ വിളിച്ചിട്ട് കിട്ടും. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. അതാദ്യം നിൽക്കുന്നത്. എടാ ഫ്രാങ്ക്ലിനെ, നിന്നൊക്കെ കണ്ടിട്ട് എത്ര കാലടാ, എത്ര നേരടാ ഞാൻ ഇവിടെ വന്നിട്ട്. നീ എൻ്റെ കൂടെ ഒന്ന് വരുമോ? വാടാ ഫ്രാങ്ക്ലിനെ. എടാ എൻ്റെ വണ്ടി ഒന്ന് കിട്ടുമോ? ഇല്ലടാ. ഷീൻചാനിക്കൊക്കെ കാണാൻ നല്ല ആകാംക്ഷയുണ്ട്. ഇതെത്ര വണ്ടി? ഇത് മറ്റേതാണ്. സൗദി എന്തോടെ ഇങ്ങനെ എടുക്കണം അല്ലേ? ഷിൻചാനെ കുളിച്ചോ? ഷിൻചാനെ ഷിൻചാനെ കുളിച്ചോ? നീന്ന് കുളിച്ചോ? അത് പിന്നെ കുളിക്കാം. ഒരു മാസം മുന്നേ കുളിച്ചു. ഒരു മാസം ഞാനൊക്കെ 2 വർഷം മുന്നേ കുളിച്ചു. 2 വർഷം. അപ്പൊ ഇതൊരു വർഷോ. പിന്നെ ഡോറേമോനെ എന്ത് ചിക്കന് ഇത് നീന്ന് കുളിച്ചോ? ഇല്ല. അതെ, ഫ്രാങ്ക്ലിന്ന് കുളിച്ചിട്ടുണ്ടാവും. കുളിച്ചിട്ടുണ്ട്.
ഒന്ന് ഫ്രാങ്ക്ലിൻ വന്നാലേ ഫെലിക്സിനെ പരിചയപ്പെടുത്തി തരാം. എടാ മൂഞ്ഞൂട്ടാ, എന്തുവാടെ നിന്നോടാണ് ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ ഇങ്ങനെ വിളിക്കരുതെന്ന്. അങ്ങനെ പറഞ്ഞാലും നീ വിളിച്ച് കേട്ടില്ലേ? പോടെ ചിലക്കാതെ ഹിന്ദിയൊക്കെ നമുക്ക് പറയാട്ടോ. എന്താടെ ഇത് ഹിന്ദിയാണോ? എടാ ഫെലിക്സ് ഫ്രാങ്ക്ലിൻ ഹിന്ദി നിർത്തടാ. ഫ്രാങ്ക്ലിനെ എന്ത് ചേട്ടൻ ജയിക്കണം ഉള്ളോതിരിക്കടോ. ടി വി എല്ലാം കാണണം. അപ്പോൾ ഇന്നത്തെ ഒരു ഇത്രയുള്ളൂ ഗൈസ്. ബൈ ബൈ.